ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തിൽ അമ്പാടിയാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാടും നഗരവും ഒന്നാകെ. ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയിലേക്ക്, അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്, കൂടുതൽ മനോഹരമായ കാഴ്ചകളിലേക്ക് ഇപ്പോൾ കൊച്ചി ടൗൺ ഹാളിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, നേരത്തെ പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു, ക്ഷേത്ര പരിസരത്തായിരുന്നു ജിജീഷ് ഉണ്ടായിരുന്നത്. അവിടെ കുഞ്ഞുങ്ങളൊക്കെയും അവസാനവട്ട ഒരുക്കത്തിലാണ്. ഇപ്പോൾ ടൗൺ ഹാൾ പരിസരത്തേക്ക് ഈ ശോഭയാത്രയുടെ ഒരുക്കങ്ങളുമായി കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ മഹാശോഭയാത്ര ആരംഭിക്കുമല്ലേ? നേരത്തെ നമ്മൾ കണ്ടത് കുട്ടികൾ ഒരുങ്ങുന്ന ദൃശ്യങ്ങളാണ്, അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ വർണ്ണാഭമായ ശോഭയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി. മഹാശോഭയാത്ര ആരംഭിക്കുന്നു. ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ശോഭയാത്രയോടൊപ്പമാണ് നമ്മളുള്ളത്. കൃത്യമായ ക്രമീകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകളാണ് കാണുന്നത്. നിരവധി ഉണ്ണിക്കണ്ണന്മാർ ഇവിടെയുണ്ട്. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന മുന്നിലെ ഒരു നീലക്കണ്ണനെ തന്നെ നമുക്ക് കാണാം. ആ നീലക്കണ്ണനിൽ നിന്ന് തന്നെ നമുക്ക് ഈ കാഴ്ചയുടെ വസന്തം അല്ലെങ്കിൽ കാഴ്ചയുടെ ലോകത്തേക്ക് നമുക്ക് തുടരാം. മോനെ, എന്താ പേര്? ശരണ. ഉണ്ണിക്കണ്ണന്റെ പാട്ടുകളൊക്കെ ഒന്ന് പാടാവോ, എന്തെങ്കിലും അറിയുന്നെങ്കിൽ? ഏതാണ്? ആണോ? ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന്. വളരെ നല്ല രീതി എല്ലാവരും തന്നെ അത്തരം ഉണ്ണിക്കണ്ണന്മാരുമായി ബന്ധപ്പെട്ട ഗാനങ്ങളെല്ലാം പഠിച്ചു വെച്ച് തന്നെയാണ് കുട്ടികൾ എത്തുന്നത്. ഒപ്പം തന്നെ ഇവിടെ കണ്ണന്മാരെ അണിനിരത്തുന്ന അല്ലെങ്കിൽ ഒരുക്കി നിർത്തുന്നതിന്റെ കാഴ്ചകൾ ഗോപികുമാരും കണ്ണന്മാരും എല്ലാം നിരന്നു നിൽക്കുന്ന ഒരു ദൃശ്യ മനോഹാരിത നിറഞ്ഞ കാഴ്ചകളിലേക്ക് തന്നെ നമുക്ക് വീണ്ടും പോകാൻ കഴിയും. ഇത്തരത്തിൽ ശോഭയാത്ര ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ശോഭയാത്രയുടെ ഒരുക്കങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ശോഭയാത്രകൾ ഇവിടെ നിന്ന് ആരംഭിക്കും. ഈ കുട്ടികളെല്ലാം തന്നെ ഇവരെല്ലാം നിറയുന്ന അല്ലെങ്കിൽ ഈ ഉണ്ണിക്കണ്ണന്മാരും രാധമാരും എല്ലാം തന്നെ അമ്പാടിയാക്കി മാറ്റാൻ പോകുന്ന വീതികളിലേക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ ശോഭയാത്രകളാണ് ഇപ്പോൾ ഈ ടൗൺ ഹാൾ പരിസരത്തേക്ക് എത്തിച്ചേരുക? അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല നഗരങ്ങളിൽ നിന്നുള്ള ശോഭയാത്ര മഹാനഗരങ്ങളായി അങ്ങനെ ആ ഒരു മനോഹര കാഴ്ചകളായി ഒഴുകും, അല്ലെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സംഗമിക്കുക? കെ പി, ഞാൻ വിവരങ്ങൾ നൽകുമ്പോൾ എന്നോടൊപ്പം ഒന്ന് രണ്ട് ഉണ്ണിക്കണ്ണന്മാരുണ്ട്. അവരോടൊപ്പം നിന്ന് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, കെ പിയുമായി പങ്കുവയ്ക്കുമ്പോൾ അത് കൂടുതൽ സന്തോഷം നൽകുന്നു എന്നതുകൊണ്ട് തന്നെ അവരോടൊപ്പം നിന്ന് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ പറയാം. ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്, ഇത് ടൗൺ ഹാൾ പരിസരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്നത് പോലെ തന്നെ മറ്റു 4 സ്ഥലത്ത് നിന്ന് കൂടി ശോഭയാത്രകൾ ആരംഭിക്കുന്നുണ്ട്. ഈ അങ്ങനെ 5 ഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന ശോഭയാത്രകൾ ഒരുമിച്ച് ജോസ് ജംഗ്ഷനിൽ സംഗമിക്കുന്നു. ആ ജോസ് ജംഗ്ഷനിൽ സംഗമിക്കുന്ന ശോഭയാത്ര അവിടെ വെച്ച് മഹാശോഭയാത്രയായി മാറുന്നു. അതായത് അത്രയധികം ഉണ്ണിക്കണ്ണന്മാർ ഇതിന്റെ ഭാഗഭാക്കായി മാറുകയും ചെയ്യും. ഇവിടെ തന്നെ നമുക്കറിയാം, ടൗൺ ഹാൾ പരിസരത്ത് തന്നെ നിരവധി കുട്ടികൾ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ മറ്റു 4 ശോഭയാത്രകൾ കൂടി ജോസ് ജംഗ്ഷനിൽ സംഗമിച്ച ശേഷം മഹാശോഭയാത്രയായി എറണാകുളം ശിവക്ഷേത്രത്തിൽ സമാപിക്കുന്ന വിധത്തിലാണ് ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന്റെ ആരംഭമാണ്, മഹാശോഭയാത്രയുടെ ആരംഭം. ഒപ്പം തന്നെ അനുശോചനം അറിയിച്ചുകൊണ്ട്, വയനാട് ദുരന്തത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ട് ഈ ശോഭയാത്രയുടെ തുടക്കം, അതിന്റെ വരികളാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലുള്ള ശോഭയാത്രകൾ ആരംഭിക്കാനുള്ള അവിടെയും ഇതേ രീതിയിൽ തന്നെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. എറണാകുളം ടി അമ്പലം പരിസരം അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ഉണ്ണിക്കണ്ണന്മാർ അവരെല്ലാവരും തന്നെ വീതികളിലേക്ക് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. ഈ ശോഭയാത്രകളെല്ലാം തന്നെ മഹാശോഭയാത്രയായി എറണാകുളം ജോസ് ജംഗ്ഷനിൽ സംഗമിച്ചുകൊണ്ട് മഹാശോഭയാത്രയായി നീങ്ങും. മാത്രമല്ല നിരവധി ടാബ്ലോകൾ ഈ ഒരു മഹാശോഭയാത്രയ്ക്ക് മാറ്റുകൂട്ടാൻ നിരവധി ടാബ്ലോകളുണ്ട്. ഇവിടെ തന്നെ ഇതിന്റെ തയ്യാറായി നിൽക്കുന്ന നിരവധി ടാബ്ലോകൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അതിൽ നിരവധി കുട്ടികൾ ആ ടാബ്ലോയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്.
അങ്ങനെ നിശ്ചല ദൃശ്യങ്ങളും ഉണ്ണിക്കണ്ണന്മാരും രാധമാരും അവരുടെ മാതാപിതാക്കളും എല്ലാം തന്നെ അണിനിരന്നുകൊണ്ടുള്ള ഒരു ആഘോഷമായ വീതികളെ ആഘോഷമാക്കുന്ന വീതികളെ കൃത്യമായി തന്നെ മഹാശോഭായാത്രയുടെ ഭാഗമാക്കി മാറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ പറഞ്ഞതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്ക് വരും നിമിഷങ്ങളിൽ തന്നെ തിരികെ